നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓൾ PSC എക്സാം ടിപ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത് തൊഴിൽ വാർത്തയിൽ വന്നിട്ടുണ്ടായിരുന്ന LDC മെയിൻ എക്സാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നായിട്ടുള്ള സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളാണ് ജസ്റ്റ് നിങ്ങൾ മുന്നിലേക്ക് ഒന്ന് പരിചയപ്പെടുത്തുന്നത്. വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള മുൻകാല പരീക്ഷകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ചോദ്യങ്ങളാണ് നൽകിയിട്ടുണ്ടായിരുന്നത്. ഓരോ ചോദ്യങ്ങളും ആ ഒരു പ്രാധാന്യത്തോടു കൂടി തന്നെ കാണുക. നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയായിരുന്നാണ് ഒന്നാമത്തെ ചോദ്യം. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയായിരുന്നാണ് നമ്മുടെ ചോദ്യം. ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത് ദീപക് സന്ധു ആണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയായിരുന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ദീപക് സന്ധു ആണ്. ഇനി വിവരാവകാശ നിയമം പ്രാബല്യത്തിലായ തീയതിയാണ് അടുത്ത ചോദ്യമായിട്ട് നൽകിയത്. വിവരാവകാശ നിയമം പ്രാബല്യത്തിലായ തീയതിയാണ് അടുത്ത ചോദ്യം. ഉത്തരം 2005 ഒക്ടോബർ 2-ാം തീയതിയാണ്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിചയപ്പെട്ട ചോദ്യം കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിതയാണെന്നാണ്, ദീപക് സന്ധു ആണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമം പ്രാബല്യത്തിലായ തീയതിയാണ് രണ്ടാമത് പരിചയപ്പെട്ടത്. അവിടെ ഉത്തരമായിട്ട് വരുന്നത് 2005 ഒക്ടോബർ 12-ാം തീയതിയാണ്. അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവ ലക്ഷ്യമിടുന്ന നിയമം ഏതെന്നാണ് നമ്മുടെ അടുത്ത ചോദ്യം. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് ചോദ്യമായിട്ട് ചോദിച്ചത്. ഉത്തരമായിട്ട് വരുന്നത് വിവരാവകാശ നിയമമാണ്. ചോദ്യം ഇതായിരുന്നു: അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. ഇതൊക്കെ ഏത് നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് വിവരാവകാശ നിയമമാണ്. ഇപ്പൊ വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളാണ് അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക. നമ്മൾ പരിചയപ്പെട്ട 3 ചോദ്യങ്ങളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാമതായിട്ട് പരിചയപ്പെട്ടത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യത്തെ വനിത പരിചയപ്പെട്ടു, ദീപക് സന്ധു. രണ്ടാമതായിട്ട് നമ്മൾ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് നമ്മുടെ ഭാരതത്തിൽ ഏത് തീയതിയിലാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. 2005 ഒക്ടോബർ 12-ാം തീയതിയാണ്. അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധം ഉണ്ടാക്കുക, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവ ലക്ഷ്യം വെച്ച് കൊണ്ടുവന്ന നിയമവും നമ്മൾ പരിചയപ്പെട്ടു, വിവരാവകാശ നിയമം. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ച ഏത് സംഘടനയുടെ പ്രവർത്തനമാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. പലപ്പോഴായിട്ട് PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടനയുടെ പ്രവർത്തനമാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നാണ്. നാലാമതായിട്ട് നമ്മൾ പരിചയപ്പെട്ട ചോദ്യത്തിന്റെ ഉത്തരം മസ്ദൂർ കിസാൻ ശക്തി സംഘടന എന്നതാണ്. ചോദ്യം ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് ഏത് സംഘടനയുടെ പ്രവർത്തനമാണെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് മസ്ദൂർ കിസാൻ ശക്തി സംഘടനയാണ്. അപ്പൊ ഈ ഒരു സംഘടനയുടെ പ്രവർത്തന ഫലമായിട്ടാണ് 2005 ഒക്ടോബർ 12-ന് നമ്മുടെ രാജ്യത്ത് വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നത്. അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഏവ എന്നാണ് ചോദ്യം. ചോദ്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ ഏവ എന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് വിവരാവകാശ കമ്മീഷനുകളാണ്. അപ്പൊ കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാനത്തിലും വിവരാവകാശ കമ്മീഷനുകളുണ്ട്. അവിടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കുക, ചുമതലകൾ നിർവഹിക്കുക തുടങ്ങിയവയാണ് ഈ പറയുന്ന വിവരാവകാശ കമ്മീഷനുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിൽ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കുവാനുമായിട്ട് കേന്ദ്ര സംസ്ഥാന തലത്തിലുള്ള സ്ഥാപനങ്ങൾ ഏവ എന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് വിവരാവകാശ കമ്മീഷനുകളാണ്. അടുത്ത PSC ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ എത്ര വരെ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാവാമെന്നാണ് ചോദ്യം. മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ എത്ര വരെ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകാം എന്നാണ് നമ്മുടെ ചോദ്യം. വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ 10-ൽ കവിയാത്ത അംഗങ്ങളാണ് ഉണ്ടാകേണ്ടത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർക്ക് പുറമെ എത്ര വരെ അംഗങ്ങൾ വിവരാവകാശ കമ്മീഷനിൽ ഉണ്ടാകാം എന്ന ചോദ്യത്തിന്റെ ഉത്തരം 10-ൽ കവിയാത്ത അംഗങ്ങൾ എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. ഇപ്പൊ പരിചയപ്പെട്ട 3 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ വിവരാവകാശ നിയമനിർമ്മാണത്തിലേക്ക് നയിച്ചത് മസ്ദൂർ കിസാൻ സംഘടന എന്ന് പറയുന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. അതുപോലെ തന്നെ വിവരാവകാശ നിയമപ്രകാരമുള്ള അധികാരങ്ങൾ പ്രയോഗിക്കാനും ചുമതലകൾ നിർവഹിക്കാനും കേന്ദ്ര സംസ്ഥാന തലങ്ങളിലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ പരിചയപ്പെട്ടു, വിവരാവകാശ കമ്മീഷനുകൾ. അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷനിൽ മുഖ്യ വിവരാവകാശ കമ്മീഷന് പുറമെ എത്ര അംഗങ്ങൾ ഉണ്ടാകാം എന്ന ചോദ്യത്തിൽ 10-ൽ കവിയാത്ത അംഗങ്ങൾ എന്നാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നത് എന്നതാണ് അടുത്തതായിട്ട് നൽകിയിട്ടുണ്ടായിരുന്ന ചോദ്യം. അവിടെ ഉത്തരമായിട്ട് വരുന്നത് സർക്കാർ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ.
സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളും 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമപ്രകാരം പൊതുവിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നു എന്ന കാര്യം ഓർക്കുക. നമ്മുടെ ചോദ്യം ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നത് എന്നതാണ്. ഉത്തരം സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളും ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നുണ്ട്? വിവരാവകാശ നിയമപ്രകാരം പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നുണ്ട്. അടുത്തയാൾ അറിഞ്ഞിരിക്കേണ്ടത് പൊതുവിവരങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന വിവരങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവയെന്നാണ് അടുത്ത ചോദ്യം. അതിൽ നമുക്ക് കുറെ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട്. സർക്കാർ ഓഫീസിലെ ഫയലുകൾ പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നു. അതുപോലെ തന്നെ രേഖകൾ, പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇമെയില്, ഈ വിവരങ്ങൾ തുടങ്ങിയവയ്ക്ക് എന്തിൽ ഉൾപ്പെടുന്നതാണ്? വിവരാവകാശ നിയമപ്രകാരം പൊതുവിവരങ്ങളുടെ ആ ഒരു പട്ടികയിൽ ഉൾപ്പെടുന്നതാണെന്ന് കാര്യം ഓർക്കുക. ഇപ്പോൾ സർക്കാർ ഓഫീസിലെ ഫയലുകൾ പൊതുവിവരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതാണ്. രേഖകൾ, അതുപോലെ തന്നെ പ്രമാണങ്ങൾ, സർക്കുലർ, മെമ്മോകൾ, ഉപദേശങ്ങൾ, ഉത്തരവുകൾ, കരാറുകൾ, സ്ഥിതിവിവര കണക്കുകൾ, റിപ്പോർട്ടുകൾ, ലോഗ് ബുക്ക്, പത്രക്കുറിപ്പ്, സാമ്പിളുകൾ, മാതൃകകൾ, ഇമെയിൽ, ഈ വിവരങ്ങൾ തുടങ്ങിയവയൊക്കെ എന്താണ്? വിവരാവകാശ നിയമപ്രകാരം എന്തിൽ ഉൾപ്പെടുന്നതാണ്? പൊതുവിവരങ്ങൾ എന്ന് പറയുന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുന്നതാണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ട രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന കാര്യങ്ങളാണ്. PSC ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണിത്. ഏതൊക്കെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പൊതുവിവരത്തിൽ ഉൾപ്പെടുന്നതെന്നാണ് നമ്മൾ പരിചയപ്പെട്ടത്. ആദ്യമായിട്ട് സർക്കാർ സ്ഥാപനങ്ങളും സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവ കൃത്യമായിട്ടൊന്ന് ഓർത്തു വെക്കുക. അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യം, ഇവിടെ ചോദ്യമായിട്ട് വരുന്നത് വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത ഗണത്തിൽപ്പെടുന്ന ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതില്ലാത്ത ഗണത്തിൽപ്പെടുന്നവ ഏതെല്ലാം എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് പല വിവരങ്ങളും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും അതുപോലെ തന്നെ സർക്കാർ ധനസഹായം നൽകുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണ്. അതേസമയത്ത് ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ, ചില കാര്യങ്ങളിലുള്ള വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാവില്ല. അതിനുള്ള കാരണങ്ങൾ ഇവിടെ പറയുന്ന ഒന്ന്, രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ എന്തില്ല? വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നതല്ല. അതുപോലെ തന്നെ കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ നമുക്ക് എന്തല്ല? വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നതല്ല. ഒരു വ്യക്തിയുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങളൊന്നും തന്നെ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭിക്കുന്നതല്ല. ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതല്ലാത്ത ഗണത്തിൽപ്പെടുന്ന വിവരങ്ങളാണ് രാജ്യസുരക്ഷയും അഖണ്ഡതയും ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെയും ജീവനെയും സുരക്ഷയെയും ബാധിക്കുന്ന വിഷയങ്ങളൊന്നും തന്നെ എന്തില്ല? ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമല്ല എന്ന കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ലഭിക്കുന്നതിന് ബാധകമല്ലാത്ത ചില സ്ഥാപനങ്ങളുണ്ട്. സർക്കാരിന്റെ നിയന്ത്രണത്തിൽ വരുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുമെന്ന് പറഞ്ഞു. എന്നാൽ ചില സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഈ പറയുന്ന വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമല്ല. അതിനൊരു കാരണം തൊട്ട് മുമ്പത്തെ ചോദ്യത്തിൽ നമ്മൾ പരിചയപ്പെട്ടു. എന്താണ്? രാജ്യസുരക്ഷയും അഖണ്ഡതയും ഒക്കെ ബാധിക്കുന്ന ചില വിവരങ്ങളായിരിക്കും ഈ സ്ഥാപനത്തിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളിലെ വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭിക്കില്ല. ഉദാഹരണമായിട്ട് ഇന്റലിജൻസ് ബ്യൂറോ, അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, അതുപോലെ തന്നെ ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സായുധ സേന തുടങ്ങിയവയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ നമുക്ക് എന്തിലൂടെ ലഭ്യമാകുന്നതല്ല? വിവരാവകാശ നിയമപ്രകാരം നമുക്ക് ലഭ്യമാകുന്നില്ല. അപ്പോൾ വിവരാവകാശ അപേക്ഷ കൊടുത്തിട്ട് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് ലഭ്യമല്ല. ആ സ്ഥാപനങ്ങളുടെ പേരോർക്കുക: ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സായുധ സേന. ഒരിക്കൽ കൂടി: ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സായുധ സേന. അപ്പോൾ നമ്മൾ പരിചയപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തേണ്ടതല്ലാത്ത ഇനത്തിൽപ്പെടുന്നവയാണ് രാജ്യസുരക്ഷ, അഖണ്ഡത എന്നിവയെ ബാധിക്കുന്ന വിവരങ്ങൾ, കോടതി പരിഗണനയിലുള്ള വിഷയങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവ. അതോടൊപ്പം തന്നെ ചില സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാവുന്നതല്ല: ഇന്റലിജൻസ് ബ്യൂറോ, റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ആൻഡ് ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ്, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്, ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ്, നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ, ഏവിയേഷൻ റിസർച്ച് സെന്റർ, സായുധ സേന തുടങ്ങിയവയുടെ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് വിവരാവകാശ നിയമപ്രകാരം ലഭ്യമാകുന്നതല്ല എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക.
അടുത്ത PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സാധാരണ നിലയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച അപേക്ഷയിൽ എത്ര ദിവസത്തിനകം പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷകന് വിവരം നൽകണമെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരേണ്ടത് 30 ദിവസമാണ്. ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ ഒരു അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് 30 ദിവസത്തിനുള്ളിൽ നമുക്ക് അതിന്റെ മറുപടി ലഭിച്ചിരിക്കണം. അതേ സമയത്ത് ഇവിടെ അറിഞ്ഞിരിക്കുന്ന മറ്റൊന്നാണ്, വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് നാം അപേക്ഷ സമർപ്പിക്കുന്നതെങ്കിൽ അവിടെ 48 മണിക്കൂറിനുള്ളിൽ അതിനുള്ള മറുപടി നമ്മൾ നൽകിയിരിക്കണം. അപ്പോൾ വ്യക്തിയുടെ ജീവനെയോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തെയോ ബാധിക്കുന്ന വിഷയങ്ങളിലാണ് നമ്മൾ ഈ ഒരു അപേക്ഷ വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കുന്നതെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ അതിന്റെ മറുപടി നൽകിയിരിക്കണം. അതേ സമയത്ത് നമ്മൾ സാധാരണ ഒരു വിഷയത്തിനായിട്ട് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ഈ പറയുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് നമ്മൾ അപേക്ഷ കൊടുക്കുകയാണെങ്കിൽ 30 ദിവസം അപേക്ഷ സമർപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ അതിന്റെ മറുപടി നൽകിയിരിക്കണമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെയും അതുപോലെ തന്നെ അതിന്റെ ചീഫിനെയും ഒക്കെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും അതുപോലെ തന്നെ വിവരാവകാശ കമ്മീഷണർമാരെയും ഒക്കെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ഗവർണറാണെന്ന കാര്യം ഓർക്കുക. കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ അവിടെ രാഷ്ട്രപതിയാണ്, അതേപോലെ തന്നെ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ അവിടെ ആരാന്ന് ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ഗവർണറാണെന്ന കാര്യം ഓർക്കുക. സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും വിവരാവകാശ കമ്മീഷണർമാരെയും നിയമിക്കുന്ന ആരെന്നാണ് അടുത്ത ചോദ്യമായിട്ട് നൽകിയത്. ഉത്തരമായിട്ട് വരുന്നത് ഗവർണറാണ്. ഇനി കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ട തീയതിയാണ് ചോദിച്ചത്. ഉത്തരം 2005 ഡിസംബർ 19 കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപം കൊണ്ട തീയതി 2005 ഡിസംബർ 19 നമ്മൾ പറഞ്ഞു ദേശീയ തലത്തിലെ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്ന് 2005 ഒക്ടോബർ 12 നമ്മുടെ സംസ്ഥാനത്ത് വിവരാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 2005 ഡിസംബർ 19 ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. സർക്കാർ സേവനങ്ങൾ കൃത്യമായിട്ടും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമം ഏതെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്ന സേവനാവകാശ നിയമമാണ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമവും ഏത് തന്നെയാണ്? സേവനാവകാശ നിയമമാണ്. പക്ഷേ സേവനാവകാശ നിയമം എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന 2 ചോദ്യങ്ങളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ഒന്ന്, സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുന്ന നിയമം ചോദിച്ചാൽ സേവനാവകാശ നിയമമാണ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടതും സേവനാവകാശ നിയമമാണ്. അപ്പം നമ്മൾ തൊട്ടു മുമ്പ് പഠിച്ച വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട അതിൻ്റെ ലക്ഷ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയുണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് അഴിമതി നിയന്ത്രിക്കുക, ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുക, ഗവൺമെന്റ് പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുക എന്നിവയാണ് വിവരാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇവിടെ നമ്മൾ പരിചയപ്പെടുത്തുന്ന സേവനാവകാശ നിയമത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സർക്കാർ സേവനങ്ങൾ കൃത്യമായും ഉറപ്പായും ജനങ്ങൾക്ക് ലഭ്യമാക്കാൻ അവസരമൊരുക്കുകയും ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്നൊക്കെ അനുശാസിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന സേവനാവകാശ നിയമമാണെന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നതെന്നാണ് അടുത്ത ചോദ്യം. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന് 1993 സെപ്റ്റംബർ 28. 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നതെന്ന കാര്യം ഓർത്തിരിക്കുക. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അതിലെ അംഗങ്ങളെയും ഒക്കെ നിയമിക്കുന്ന ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരിക രാഷ്ട്രപതിയാണ്. ഈ രാഷ്ട്രപതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ആരെന്നാണ് ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് രാഷ്ട്രപതിയാണ്. നമ്മൾ പരിചയപ്പെട്ടിരുന്നു 1993 സെപ്റ്റംബർ 28 ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് വന്നിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണെന്ന് വെച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് PSC റിപ്പീറ്റ് ചെയ്യുന്നതാണ്, ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ചോദിച്ചത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷനാണെന്നാണ് നമ്മുടെ ചോദ്യം. ഉത്തരമായിട്ട് വരുന്നത് ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തിക്ക് ഉണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച വ്യക്തി ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജി ആയിരിക്കണം. അതേപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്ന വ്യക്തി ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയോ ആയിരിക്കണമെന്നാണ് അവിടെ നിയമം പറയുന്നത്. അപ്പോൾ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് വിരമിച്ച ഒരു വ്യക്തി ആയിരിക്കണം ദേശീയ തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ട വ്യക്തി. അതേസമയത്ത് സംസ്ഥാന തലത്തിലാണെങ്കിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തിരുന്നോ അല്ലെങ്കിൽ ജഡ്ജി ആയിട്ടോ വിരമിച്ച വ്യക്തിയായിരിക്കണം സംസ്ഥാന തലത്തിൽ ഈ പറയുന്ന മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തേണ്ടത് എന്ന കാര്യം ഓർക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നിയമിക്കുന്നത് ഗവർണറാണ്. ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ അത് രാഷ്ട്രപതിയാണ്.
പക്ഷെ സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഗവർണറാണ്. എന്നാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്, പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ വരാറുള്ള ഒരു പോയിന്റാണ്. PSC കൃത്യമായിട്ട് എടുത്ത് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഓപ്ഷൻ 1 ഗവർണർ എന്ന് കൊടുക്കുകയും ചെയ്യും. നമുക്ക് നിയമിക്കുന്നത് ഗവർണറാണെന്നറിയാം. അതുകൊണ്ട് തന്നെ ഇനി പറയാൻ പോകുന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരിക ഗവർണർ എന്നായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക. ചോദ്യം ഇതാണ്: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ചെയർമാൻമാർ, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ, അതിലെ അംഗങ്ങൾ, ഇവരൊക്കെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാന്ന് ചോദിച്ചാൽ അത് രാഷ്ട്രപതിക്കാണെന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ, ചെയർമാനെയൊക്കെ നിയമിക്കുന്നത് ഗവർണർ ആണെങ്കിലും ഇതിലെ അംഗങ്ങളെയും ചെയർമാനെയും ഒക്കെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണുള്ളത്? രാഷ്ട്രപതിക്കാണുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കുക. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്ന ഗവർണർ ആണെങ്കിലും അതിലെ അംഗങ്ങളെ നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കേ ഉള്ളൂ? രാഷ്ട്രപതിക്കേ ഉള്ളൂ എന്ന കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. 1998 ഡിസംബർ 11 ദേശീയ തലത്തിലെ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 1993 സെപ്റ്റംബർ 28 അതിനുശേഷം കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 നമ്മൾ പരിചയപ്പെട്ടിരുന്നു. ദേശീയ തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നതിനുള്ള യോഗ്യത പരിചയപ്പെട്ടു. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് വിരമിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയായിട്ട് വിരമിച്ച വ്യക്തിയായിരിക്കണം. സംസ്ഥാന തലത്തിൽ ഈ പറയുന്ന കമ്മീഷനെ നിയമിക്കുന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗവർണറാണ്. പക്ഷെ ഇതിലെ അംഗങ്ങളെ പുറത്താക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രാഷ്ട്രപതിക്ക് ഉള്ളൂ എന്ന കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11 കാര്യം കൂടി ഓർത്തിരിക്കുക. ഇനി പരിചയപ്പെടുത്തുന്ന 1992 ജനുവരി 31 എന്ന് പറയുന്ന ഒരു തീയതിയാണ്. ചോദ്യമായിട്ട് വരുന്നത് ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷമാണ് 1992 ജനുവരി 31. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ 1992 ജനുവരി 31. ഇനി സംസ്ഥാന വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് എന്താണെന്ന് ചോദിച്ചാൽ 1996 മാർച്ച് 14. അപ്പൊ ദേശീയ വനിതാ കമ്മീഷൻ 1992 ജനുവരി 31, സംസ്ഥാന വനിതാ കമ്മീഷൻ 1996 മാർച്ച് 14. ദേശീയ തലത്തിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ ജയന്തി പട്നായിക് ആണ്. ദേശീയ തലത്തിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ ആരെന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ജയന്തി പട്നായിക്കും. സംസ്ഥാന തലത്തിൽ ആദ്യത്തെ വനിതാ കമ്മീഷൻ ചോദിച്ചാൽ സുഗതകുമാരിയുമാണ്. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന തീയതി റിപ്പീറ്റ് ചെയ്യും. 1992 ജനുവരി 31 ആദ്യത്തെ ദേശീയ തലത്തിലുള്ള വനിതാ കമ്മീഷൻ ജയന്തി പട്നായിക്. അതുപോലെ സംസ്ഥാന തലത്തിൽ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന 1996 മാർച്ച് 14. സംസ്ഥാന തലത്തിലെ ആദ്യത്തെ വനിതാ കമ്മീഷൻ നമ്മുടെ സുഗതകുമാരിയാണെന്ന കാര്യം ഓർക്കുക. അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്ന ചോദ്യം ഇതാണ്. ചോദ്യം ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്ന ഉത്തരം കിട്ടുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വന്ന വർഷം എന്നാണ് നമ്മുടെ ചോദ്യം. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത് 1986. ഇതിന് പിന്നീട് 2019 ഒരു ഭേദഗതിയൊക്കെ വരുത്തുന്നുണ്ട്. അങ്ങനെ 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വന്നത് 2020 ജൂലൈ 20. അപ്പോൾ ഈ രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇത് നിലവിൽ വരുന്ന 1986. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഭേദഗതിയൊക്കെ വരുത്തിയിട്ട് നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20 ആണെന്ന കാര്യം ഓർക്കുക. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള 2 വർഷങ്ങൾ പരിചയപ്പെട്ടു. 1986 ഇന്ത്യയിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമം അഥവാ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2020 ജൂലൈ 20 അടുത്തായിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ചോദ്യം: ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാൻ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങളാണ് ലോക്പാലും അതുപോലെ തന്നെ ലോകായുക്തയും. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും രാഷ്ട്രീയ തലത്തിലുമുള്ള അഴിമതി തടയാൻ രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ ഏവ എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരേണ്ടത് ലോക്പാലും അതുപോലെ തന്നെ ലോകായുക്തയുമാണ്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും അതുപോലെ തന്നെ രാഷ്ട്രീയ തലത്തിലും അഴിമതി തടയാൻ വേണ്ടിയിട്ട് രൂപം നൽകിയിട്ടുള്ള സ്ഥാപനങ്ങൾ പരിചയപ്പെട്ടു. ലോക്പാൽ അതുപോലെ തന്നെ ലോകായുക്ത. ഇവിടെ തന്നെ ദേശീയ തലത്തിൽ അഴിമതി തടയാനായിട്ട് രൂപം നൽകിയ സ്ഥാപനം ചോദിച്ചാൽ അവിടെ ഉത്തരമായിട്ട് വരേണ്ടത് ലോക്പാലാണ്. ദേശീയ തലത്തിൽ, സംസ്ഥാന തലത്തിലാണെങ്കിൽ അത് ലോകായുക്തയാണ്. അപ്പോൾ ദേശീയ തലത്തിൽ അഴിമതി തടയാൻ വേണ്ടി രൂപം നൽകിയിട്ടുള്ള സ്ഥാപനമാണ് ഈ പറയുന്ന ലോക്പാൽ. സംസ്ഥാന തലത്തിലേക്ക് വരുമ്പോൾ അത് ലോകായുക്തയാണ്. മറ്റൊരു ചോദ്യം: പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും അധികാരമുള്ള സ്ഥാപനമാണ് ലോക്പാൽ എന്ന കാര്യം ഓർക്കുക. പൊതുപ്രവർത്തകർക്കെതിരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും അധികാരമുള്ളത് ആർക്കാണ്? ഈ പറയുന്ന ലോക്പാലിനാണെന്ന കാര്യം ഓർത്തിരിക്കുക. പൊതുപ്രവർത്തകർക്കെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും ഉന്നയിക്കപ്പെടുന്ന അഴിമതികളിൽ കേസെടുത്ത് അന്വേഷിക്കാനും നടപടികൾ നിർദ്ദേശിക്കാനും അധികാരമുള്ള സ്ഥാപനമാണ് ലോക്പാൽ. അതുപോലെ തന്നെ നിലവിൽ പദവിയിലുള്ള അതുപോലെ തന്നെ മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാര്, അതുപോലെ തന്നെ കേന്ദ്രമന്ത്രിമാര്, അതേപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനമാണ് ലോക്പാൽ എന്ന കാര്യം ഓർക്കുക.
നിലവിൽ പദവിയിലുള്ള മുൻപ് പദവിയിലിരുന്ന പ്രധാനമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, അതുപോലെ തന്നെ പാർലമെന്റ് അംഗങ്ങൾ എന്നിവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാൻ അധികാരപ്പെട്ട സ്ഥാപനം എന്ന് തന്നെയാണ് ലോക്പാലാണെന്ന കാര്യം ഓർക്കുക. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ആദ്യമായിട്ട് ലോക്പാലിന് ചെയർപേഴ്സൺ പദവിയിലേക്ക് എത്തിയ വ്യക്തി ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ്. അപ്പോൾ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണ് ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ എന്ന കാര്യം ഓർക്കുക. അപ്പോൾ ഇന്ത്യയിൽ ലോക്പാലിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരെന്ന് വെച്ചാൽ ജസ്റ്റിസ് പിനാക്കി ചന്ദ്രഘോഷ് ആണെന്ന കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് മാതൃഭൂമി തൊഴിൽ വാർത്തയിൽ ഈ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ പരിചയപ്പെടുത്തിയ ഓരോ ചോദ്യങ്ങളും മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ളതും വരുംകാല പരീക്ഷയിൽ ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. കൃത്യമായിട്ട് നമ്മുടെ പരീക്ഷയിൽ സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് ഉൾപ്പെടുത്തിയതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ പരിചയപ്പെട്ട ഓരോ ചോദ്യങ്ങളും വരുംകാല പരീക്ഷയിലുള്ള ചോദ്യമായിട്ട് നിങ്ങൾ മുന്നിലേക്ക് എത്തുമ്പോൾ മാർക്ക് ഷീറ്റിലുള്ള ഒരു മാർക്കായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.